ഇതാണ് നമ്മളെ വ്ളാത്താങ്ങര ചീര. വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ നമ്മൾ ചീര കൃഷി ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ വീടിൻ്റെ ടെറസിലാണ്, തറവാട് വീടിൻ്റെ ടെറസിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല കളറാണ് ഈ വ്ളാത്താങ്ങര ചീരക്ക്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശിഖരങ്ങളായിട്ട് പിന്നെയും പൊട്ടിയുണ്ടാവും. പിന്നെ 8 മാസം വരെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. 8 മാസം കഴിഞ്ഞാൽ ഇതിന്മേ പൂവും കായൊക്കെ ഉണ്ടാവും. പിന്നെ പൂവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്മേൽ വിത്ത് കിട്ടും. ആ വിത്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഓരോന്ന് നമ്മൾ നടുകയാണെങ്കിൽ ഒന്നും കൂടി വലിയതായിട്ടുണ്ടാവും കേട്ടോ. ഇതിന് അത്യാവശ്യം കുഴപ്പമില്ല, ഇത് വലുപ്പമുണ്ട്. നമ്മൾ 2 പ്രാവശ്യം കട്ട് ചെയ്താൽ കേട്ടോ. 2 പ്രാവശ്യം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഈ ചീര. കണ്ടില്ലേ, കാണാനായിട്ട് നല്ല കളറാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല പോഷകഗുണമുണ്ട്. ഈ വ്ളാത്താങ്ങര ചീരൻ്റെ പ്രത്യേകത അതാണ്, നല്ല പോഷകഗുണമുള്ള ചീരയാണ്. ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പോൾ ചീര അതിൽ പ്രധാനപ്പെട്ട ഒരു ഇലക്കറിയാണ്. കണ്ടില്ലേ, നല്ല ചീരയാണിത്. ഇതാണ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ള ചീര കൃഷി. എല്ലാ ഐറ്റം ചീരയും ചെയ്തുകൊണ്ടോ അവിടെ പെട്ടിയിലും ചാക്കിലൊക്കെ ആയിട്ടാണ് ഇവിടെ ചീര കൃഷി ചെയ്ത്. ഇത് പച്ചച്ചീര ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വ്ളാത്താങ്ങര ചീര. അതിൻ്റെ കളർ തന്നെ ഒരു പ്രത്യേക കളറായിരിക്കണം. കണ്ടില്ലേ, കുറേ ചാക്കുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, വേറെ ചീരകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് വ്ളാത്താങ്ങര ചീര. വ്ളാത്താങ്ങര ചീരൻ്റെ വേറെ കളറുകൾ എടുത്ത് കാണിക്കും. കണ്ടില്ലേ, ഇടയിൽ വരുന്നതാണ് വ്ളാത്താങ്ങര. ഇതാണ് വ്ളാത്താങ്ങര. ഇത് സാധാ ചീരയാണ്. ഇതൊക്കെ വ്ളാത്താങ്ങര ചീര കേട്ടോ. അപ്പം തൊട്ട് കാണിച്ചില്ലേ, അതാണ് വ്ളാത്താങ്ങര ചീര. അതിൻ്റെ ഇടയിൽ പച്ചച്ചീരയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തായും വെച്ചിന്, ടെറസിൻ്റെ മുകളിലും ഉണ്ട്, ചട്ടിയിലും ചാക്കിലൊക്കെ വെച്ച് കേട്ടോ. ഇതേമാതിരി നിങ്ങളെ വീട്ടിലുണ്ടാക്കാം. ഒരു കുത്തോ പുള്ളിയൊന്നുമില്ല, ഒരു മരുന്നും ഇതുവരെ അടിച്ചില്ല കേട്ടോ. അപ്പോൾ മരുന്ന് വേണമെങ്കിൽ നമുക്ക് പുകല കഷായം അടിക്കാം. പക്ഷെ ഇതിനങ്ങനെ കുത്തൊന്നും വന്നില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കും, പുകല കഷായം ഉണ്ടാക്കി അടിച്ചാൽ മതി. ഇപ്പോൾ വ്ളാത്താങ്ങര ചീര പാകാൻ വേണ്ടി നമ്മളിങ്ങനെ സ്ഥലം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മുന്നേ ഫസ്റ്റുകൾ കണ്ടില്ലേ, വ്ളാത്താങ്ങര ചീര വലുതായിക്കണ്. ഇതേമാതിരിയാണ് നമ്മൾ പാകിയിട്ടുള്ളത്. ഇതേമാതിരി നിലം റെഡിയാക്കിയിട്ട് ചാണകപ്പൊടി ഇതാ, വെറും ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചാണകപ്പൊടി നല്ലോണം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതാണല്ലേ, ഇതാണ് ചീരൻ്റെ വിത്ത് കേട്ടോ. വ്ളാത്താങ്ങര ചീരൻ്റെ വിത്താണ്. അപ്പോൾ അത് നമ്മൾ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എറുമ്പുകളെ കൊണ്ടുപോകണി ചായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. നമ്മളിത് കഴിഞ്ഞിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. വിത്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഈ വിത്ത് പാകട്ടോ. വിത്ത് എല്ലായിടത്തും എത്തേണ്ട രീതിയിൽ പാകി കൊടുക്കട്ടോ. എന്നതാ, ഇങ്ങനെ എല്ലായിടത്തും എത്തണം. ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും എത്തണം കേട്ടോ. വിത്ത് എത്തുന്ന രീതിയിൽ പാകി കൊടുക്കുക. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര പറിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ പാകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉറുമ്പ് പൊടി ഒരു കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉറുമ്പുക്കൾ കൊണ്ടുപോകണമെങ്കിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ നട്ടിട്ടുള്ളത് കേട്ടോ. വ്ളാത്താങ്ങര ചീര നട്ട് ഇതേപോലെയാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതേമാതിരി നട്ട് നോക്കിട്ടോ.